മക്കളിലൂടെ സ്വർഗം എന്ന ഒരു സംസാരം നമ്മൾ നടത്തുകയുണ്ടായി. മക്കൾക്ക് മാതാപിതാക്കളിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന സ്വർഗം, മാതാപിതാക്കൾ മുഖേന നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സ്വർഗം അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് പിതാവാകുക, മാതാവാകുക എന്നത്. മക്കളാവുക എന്നത് ഏതായിരുന്നാലും നമ്മൾ കൊതിച്ചിട്ടോ ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ കിട്ടിയതല്ല. പിതാവാകുക, മാതാവാകുക എന്നത് നമുക്ക് സ്വന്തമായി നേടിയെടുക്കാൻ കഴിയാത്ത അള്ളാഹുവിൻ്റെ അനുഗ്രഹം മാത്രമാണ്. മക്കളെ കിട്ടാത്ത വിഷമം അനുഭവിച്ചവരാണ് നബിമാര് പലരും. ഏറ്റവും വളരെ കാലം കാത്തു കൊതിച്ചിട്ടാണ് കിട്ടിയത്. അപ്പോ മാതാപിതാക്കൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റൂല, മക്കളെയും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റൂല. മാതാപിതാക്കൾക്ക് മക്കളെ വളർത്തി അതിൻ്റെ പ്രതിഫലം കിട്ടാനുള്ള സാധ്യതകൾ ധാരാളമാണ്. കാരണം ലോകത്തുള്ള മിക്കവാറും മാതാപിതാക്കൾ മക്കളെ ശരിയായി വളർത്തുന്നുണ്ട്. ഏതായാലും ഗർഭം ധരിക്കണം, പ്രസവിക്കണം, പാലൂട്ടണം, അതൊക്കെ ഏതായാലും വേണമല്ലോ. പിന്നീട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാതാപിതാക്കൾക്ക് സ്വർഗം കിട്ടാൻ വകുപ്പായി. എന്നാൽ മക്കൾക്ക് മാതാപിതാക്കളിലൂടെ സ്വർഗം കിട്ടാൻ എന്തു വേണം? അള്ളാഹു അരുളിയത് നമുക്കെല്ലാവർക്കും അറിയാം. സൂറത്തു അൽ ഇസ്രായിലെ 22, 23, 24 ആയത്തുകൾ. വഖദാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു, റബ്ബിനെ അല്ലാതെ ആരാധിക്കരുത് എന്ന് റബ്ബ് വിധിച്ചിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. വബിൽ വാലിദൈനി ഇഹ്സാന, വബിൽ വാലിദൈനി ഇഹ്സാന, അത് സൂറത്തുൽ ബഖറയിലും സൂറത്തുൽ നിസായിലും സൂറത്തുൽ അൻആമിലും പല സ്ഥലത്തും പറയുന്നുണ്ട്. വബർറം ബിവാലിദൈഹി, യഹ്യ അലൈഹിസ്സലാം മാതാപിതാക്കളോട് സേവനം ചെയ്ത, പുണ്യം ചെയ്ത ആളായിരുന്നു എന്ന് സൂറത്തു മറിയമിൽ 14-ാമത്തെ ആയത്ത്. വബർറം ബിവാലിദതി 32-ാമത്തെ ആയത്ത്, ഞാൻ എൻ്റെ ഉമ്മായോട് നല്ല നിലക്ക് പെരുമാറി പുണ്യം ചെയ്ത ആളാണ് എന്ന് ഈസാ അലൈഹിസ്സലാം. വബിൽ വാലിദൈനി ഹുസ്ന, മാതാപിതാക്കളോട് നല്ല നിലക്ക് പെരുമാറണം. അൻകബൂത്ത് 8-ാമത്തെ ആയത്തിൽ. ലുഖ്മാൻ 15-ാമത്തെ ആയത്തിൽ ലുഖ്മാൻ അലൈഹിസ്സലാമിൻ്റെ വിശദമായ ഉപദേശങ്ങളുണ്ട്. അപ്പോൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, അള്ളാഹനെ ആരാധിക്കണം, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. അള്ളാഹനെ ആരാധിക്കണം, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. അള്ളാഹുവിൻ്റെ തിരുനാമത്തിൻ്റെ കൂടെ വാപ്പാനിയും മാനിയും പറഞ്ഞിരിക്കുകയാണ്. അത്ര പരമോന്നതമായ ഉത്തമമായ പദവിയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ആർക്ക് ചെലവഴിക്കണം? ഫഇന്നമാ അൻഫഖ്തും മിൻ ഖൈരിൻ ഖുൽ മാ അൻഫഖ്തും മിൻ ഖൈരിൻ, നല്ലത് ചെലവഴിക്കുന്നുണ്ടോ? ഫലിൽ വാലിദൈനി, മാതാപിതാക്കൾക്ക് എന്ന് അള്ളാഹു പ്രത്യേകം കൽപ്പിച്ചു സൂറത്തുൽ ബഖറയിലെ 233-ാമത്തെ ആയത്തിൽ. ശരി, അപ്പോൾ കുറച്ച് പൈസ ഉണ്ട്, ഏറ്റവും അർഹതപ്പെട്ട ആൾക്കാർ ഉണ്ട്. അതിൽ ആർക്ക് 1-ാം സ്ഥാനം കൊടുക്കണം? ബാപ്പാക്കും ഉമ്മാക്കും. ഇത് പുണ്യമാണ്. ഏത് ഒരു നല്ല മകനും മകളും മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യും, പൈസ കൊടുക്കും. എന്തിനാകണം? നല്ല കാര്യത്തിനാകണം. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമൻ, ശിർക്ക് ചെയ്യാൻ നിന്റെ മാതാപിതാക്കൾ നിർബന്ധിച്ചാൽ ഫലാ തുതിഉഹുമാ, അനുസരിച്ചു പോകരുത്. വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ, ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ
നല്ല നിലക്ക് അവരോട് പെരുമാറണം. അതാണ് നല്ല മക്കൾ ലോകത്ത് ചെയ്തത്. ഇബ്രാഹിം അലൈഹിസ്സലാം മാതാപിതാക്കളോട് ചെയ്തത്. ഒട്ടേറെ നബിമാർ മുശ്രിക്കുകളായിരുന്ന മാതാപിതാക്കളോട്, സഹാബിമാർ അവിശ്വാസികളായിരുന്ന മാതാപിതാക്കളോട് ചെയ്തതൊക്കെ. അപ്പൊ ശിർക്ക് ചെയ്യാൻ പറഞ്ഞാൽ, ആ നേർച്ചപ്പട്ടിയിൽ കാശിടണം എന്ന് പറഞ്ഞാൽ, ആ നേർച്ചച്ചോറ് തിന്നണമെന്ന് പറഞ്ഞാൽ, ഐക്കല്ലോ ഉറുക്കോ ഏലസോ കെട്ടാൻ പറഞ്ഞാൽ അത് നമുക്കനുസരിക്കാൻ പാടില്ലല്ലോ. ബാപ്പാനോടും ഉമ്മാനോടും ബഹുമാനമില്ലാഞ്ഞിട്ടല്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ബുഖാരിയിലെ 5971 ഹദീസ് ചോദിക്കുകയാണ്, ആരോടാണ് ഞാൻ നന്നായി പെരുമാറേണ്ടത്? എല്ലാവരും കേട്ട നബി വചനമാണ്. ഉമ്മക്ക്, ഉമ്മാനോടാണ്. പിന്നെയോ ഉമ്മാനോടാണ്. പിന്നെയോ ഉമ്മാനോടാണ്. പിന്നെയോ ബാപ്പാനോടാണ്. അതെന്താ അങ്ങനെ? ആണുങ്ങളല്ലേ, വാപ്പയല്ലേ എല്ലാ ചെലവും ചെയ്യുന്നത്? വാപ്പാന്റെ പേരിലല്ലേ അറിയപ്പെടുന്നത്? ആണ്. ഉമ്മാന്റെ പേരിൽ, ഉമ്മാന്റെ അഡ്രസ്സിൽ അറിയപ്പെടുകയില്ല, ഉമ്മാന്റെ വീട്ടുപേരിൽ അറിയപ്പെടുകയില്ല. കാരണം അള്ളാഹു കൽപ്പിച്ചത് ബാപ്പയിലേക്ക് ചേർത്തി പറയാനാണ്. ബാപ്പ ഇല്ലെങ്കിൽ മാത്രമാണ് ഉമ്മ. എല്ലാ ചെലവും അവരാണ്. എല്ലാ ചെലവും അവരുടേതാണ്. ഭാര്യന്റെ പക്കൽ നിന്നല്ല ചെലവാക്കേണ്ടത്, ഭർത്താവിന്റെ പക്കൽ നിന്നാണ്. പിന്നെന്താണ് ഉമ്മാക്ക്? അതല്ലേ അത്ഭുതം, അതല്ലേ അതിശയം. ചില ആൾക്കാരൊക്കെ പറയും ഇസ്ലാം പെണ്ണുങ്ങളെ തരം താഴ്ത്തി എന്നൊക്കെ. അങ്ങനെയല്ല. ഖുർആനിൽ പറഞ്ഞ എല്ലാ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഉമ്മാന്റെ കാര്യം പറയുന്നുള്ളൂ, വാപ്പാന്റെ കാര്യം പറയണനല്ല. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്ന് പറയുന്ന സൂറത്തു ലുഖ്മാനിലെയും സൂറത്തു അഹ്ഖാഫിലെയും ആയത്തിൽ ഹമലതുഹു ഉമ്മുഹു, ഉമ്മ ഗർഭം ചുമന്നതിനെ പറ്റിയാണ്. വഹ്നൻ അലാ വഹ്നിൻ, വേദനക്കുമേൽ വേദന. ഹമലതുഹു കുർഹൻ, വിഷമിച്ചുകൊണ്ടാണ് ഗർഭം ചുമന്നത്. വവളഅതുഹു കുർഹ, വിഷമിച്ചുകൊണ്ടാണ് പ്രസവിച്ചത്. വഹംലുഹു വഫിസാലുഹു 30 ശഹ്റ, ഒരു 30 മാസക്കാലം മുലയൂട്ടിയും ഗർഭം ചുമന്നും പ്രസവിച്ചുമൊക്കെ കഴിഞ്ഞു പോകുന്നു. ഫിസാലുഹു ഫി അമ്മൈനി, 2 കൊല്ലത്തിലപ്പുറം മുലയൂട്ടാൻ പറ്റൂല. ആ 2 കൊല്ലം മുലയൂട്ടുന്നു. ഇതൊക്കെ ഉമ്മ ചെയ്തതാണ്. ബാപ്പ ഇതൊന്നും ചെയ്തിട്ടില്ല. ബാപ്പാക്കും ഉമ്മാക്കും സേവനം ചെയ്യണമെന്ന് പറയുന്ന കൽപ്പനക്ക് താഴെ അതിൻ്റെ കാരണമായി പറഞ്ഞത്, അതിൻ്റെ ഗുണമായി, അതിൻ്റെ ആവശ്യകതയായി പറഞ്ഞത്, അതിൻ്റെ തത്വമായി പറഞ്ഞത് ഉമ്മ ചെയ്ത സേവനങ്ങൾ മാത്രമാണ്. ബാപ്പാര് മനസ്സിലാക്കണം, എന്ത് സേവനമൊക്കെ ഉമ്മാൻ്റെതും ഗുണം ബാപ്പാക്കും ഉമ്മാക്കുമാണ് എന്ന്. അപ്പോൾ അതിന് മാത്രം വലുതാണ്. കാരണം ജനനത്തിൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞാൽ പിന്നെ ഉള്ള കാര്യങ്ങളിൽ, ഗർഭധാരണത്തിൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞാൽ പിന്നുള്ള കാര്യങ്ങളിൽ ലോകത്ത് ആർക്കും ആ കുട്ടിയുടെ ഉമ്മാനെ സഹായിക്കാൻ സാധിക്കും. ആ കുട്ടിയെ പ്രസവിക്കപ്പെട്ടാൽ ആ കുട്ടിക്ക് ആവശ്യമായ സേവനങ്ങളൊക്കെ ചിലപ്പോൾ നാട്ടുകാർക്കും യതീംഖാനക്കൊക്കെ സഹായിക്കാൻ കഴിയും. എന്നാൽ ഉമ്മ എന്ന ആ സ്ഥാനത്ത് വേറെ ആർക്കും നിൽക്കാൻ കഴിയില്ല. കാര്യമായി ഗർഭധാരണം ഉമ്മാൻ്റെ വകയാണ്, പ്രസവം ഉമ്മാൻ്റെ വകയാണ്, മുലയൂട്ടൽ ഉമ്മാൻ്റെ വകയാണ്. അപ്പം അതുകൊണ്ട് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. അതിൽ ഉമ്മാക്ക് 1-ാം സ്ഥാനം, 2-ാം സ്ഥാനം, 3-ാം സ്ഥാനം. പക്ഷേ പദവി മാത്രമേ ഉമ്മാക്കുള്ളൂ, അധികാരം ബാപ്പാക്കാണ്. പദവി മാത്രമേ ഉമ്മാക്കുള്ളൂ, അധികാരം ബാപ്പാക്കാണ്. ഒരു കൽപ്പന പുറപ്പെടുവിക്കുവാനുള്ള അധികാരം ബാപ്പാക്കാണ്. ഉമ്മ ഒന്ന് കൽപ്പിച്ചു, ബാപ്പ വേറൊന്ന് കൽപ്പിച്ചുവെങ്കിൽ ബാപ്പ പറഞ്ഞത് സ്വീകരിക്കണം. നല്ലതാണെങ്കിൽ. ചീത്തയാണെങ്കിലോ ആര് പറഞ്ഞതും സ്വീകരിക്കാൻ കഴിയില്ല. പണ്ഡിതരോ പാമരരോ ഉള്ളവരോ ഇല്ലാത്തവരോ നേതാക്കളോ അനുയായികളോ മേലാളന്മാരോ ഉദ്യോഗസ്ഥന്മാരോ ആരായാലും നമുക്കനുസരിക്കാൻ കഴിയില്ല. കാരണം ലാ ത്വാഅത ലി മഖ്ലൂഖിൻ മഅസിയത്തുൽ ഖാലിഖ്, പടച്ചോന്റെ കൽപ്പനക്കെതിരെ പടപ്പിനനുസരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇതാണ്. ഇബ്നു മാജയിലെ 2706 ഹദീസിൽ ഇന്നല്ലാഹ യൂസീകും ബി ഉമ്മഹാത്തിക്കും 3 പ്രാവശ്യം പറഞ്ഞു, നിങ്ങളെ അള്ളാഹു
മാരകാര്യം കൽപ്പിക്കുന്നു. എന്നിട്ട് പറഞ്ഞു ബി ആബായിക്കും, ബാപ്പാര കാര്യം. പിന്നെ പറഞ്ഞു ബിൽ അഖ്റബി ഫൽ അഖ്റബ്, പിന്നെ അടുത്തടുത്ത ആൾക്കാര്, വാപ്പ, വല്യപ്പ, അമ്മ, വല്യമ്മ, എളാപ്പ, മുത്താപ്പ, അമ്മായി, അങ്ങനെ അടുത്ത ആൾക്കാരോടൊക്കെ നല്ല നിലക്ക് പെരുമാറണമെന്ന് കൽപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കളെ സംരക്ഷിക്കുമ്പോൾ, കൂട്ടുകുടുംബാദികൾക്ക് തിന്നാൻ കൊടുക്കുമ്പോൾ, വിരുന്നുകാരെ സ്വീകരിക്കുമ്പോൾ യാതൊരു കറയും മനസ്സിലുണ്ടാകരുത്. നല്ല സന്തോഷത്തോടു കൂടി. അല്ല വേറെ മക്കളൊന്നും ഇല്ല നിങ്ങൾക്ക്, അല്ല നിങ്ങളെ വാപ്പാക്ക് വേറെ മക്കളൊന്നും ഇല്ലേ എന്ന് ഭാര്യയോ ഭർത്താവോ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. കിട്ടിയ കനി വിടാതെ പിടികൂടുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടായിട്ട് ഒരാൾക്ക് സ്വർഗം കിട്ടിയില്ലെങ്കിൽ ഓൻ തൊലഞ്ഞവനാണ്. അപ്പാനിമാനി തള്ളിവിടൂല, അപ്പുറത്തേക്ക് പറഞ്ഞേക്കൂല, ഇനി 2 ദിവസം അവിടെ പോയി നോട്ടെ എന്ന് പറയില്ല. വളരെ ത്യാഗം ചെയ്യേണ്ടി വരും. പാപ്പയും ഉമ്മയും എവിടെ എത്തും? അറിവൊക്കെ ഉണ്ടായിട്ട് പിന്നെ ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക് എത്തും. ചിമ്പയും പറയും, അവിടെ തുപ്പും ഇവിടെ തുപ്പും, മൂത്രയിക്കും, ആ വസ്തുക്കൾ വലിച്ചെറിയും, എനിക്കൊന്നും തരലില്ല എന്ന് അങ്ങാടിയിൽ വിളിച്ച് പറയും. അങ്ങനെയൊക്കെ സംഭവിക്കാം. ക്ഷമിക്കുക, സഹിക്കുക, പറഞ്ഞു കൊടുക്കുക, മര്യാദക്ക് ന്യായമായി പറഞ്ഞു കൊടുക്കുക. പക്ഷേ മാതാപിതാക്കളുടെ പേരിൽ അനുഭവിക്കുന്ന വിഷമങ്ങൾക്കൊക്കെ കൂലിയുണ്ട്. നസായിലെ 3104 ഹദീസിൽ കാണാം, യുദ്ധത്തിന് പോകാൻ അനുവാദം ചോദിച്ചു വരുന്നു സഹാബി. റസൂലുള്ളാഹി ചോദിക്കുന്നു ഉമ്മണ്ടോ? ഉണ്ട്. എന്നിട്ടോ എന്നാ അമ്മാന്റെ അടുത്ത് പോയിരിക്ക്. ഫബിർറഹ, ഉമ്മാക്ക് ഗുണം ചെയ്യ്, ഉമ്മാക്ക് സേവനം ചെയ്യ്. ഇൽസം റിജ്ലൈഹാ, ഉമ്മാന്റെ കാൽച്ചോട്ടിൽ പോയിരിക്ക്. ഫസമ്മൽ ജന്ന, അവിടെയാണ് സ്വർഗം, അവിടെയാണ് സ്വർഗം. അല്ലാഹു അക്ബർ. ഫഇന്നൽ ജന്നത തഹ്ത റിജ്ലൈഹാ, അവരുടെ കാൽച്ചോട്ടിലാണ് സ്വർഗം. ഇത് റസൂലുള്ളാഹി പറഞ്ഞതാണ്. ഐഷ റളിയല്ലാഹു അൻഹ ഒരു സ്വപ്നം കണ്ടു, സ്വർഗത്തിലാണ്. അവിടെ വെച്ചൊരു ഖുർആൻ പാരായണം കേൾക്കുകയാണ്. അപ്പൊ ചോദിച്ചു, ഇത് ആരെ ഖുർആൻ പാരായണമാണ്? ഹാരിസത്ത് ബിനു നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെതാണ്. മഹാനായ സഹാബിയാണ്. എല്ലാ യുദ്ധങ്ങളിലും റസൂലുള്ളാഹിന്റെ കൂടെ പങ്കെടുത്ത ആളാണ്. അപ്പോ വിവരം കിട്ടിയത് അങ്ങനെയാണ് പുണ്യത്തിന്റെ ഫലം. ഉമ്മാനോടുള്ള, ബാപ്പാനോടുള്ള സ്നേഹ ബഹുമാനത്തിന്റെ, വാത്സല്യത്തിന്റെ ഫലമാണ് സ്വർഗത്തിൽ ആ ഖുർആൻ പാരായണം കേട്ടത്. അദ്ദേഹം തന്റെ ഉമ്മായോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറിയവനായിരുന്നു. ഇമാം അഹ്മദിന്റെ മുസ്നദ് 25337. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്ന ഒരാൾ പറഞ്ഞു, ഞാൻ കുറച്ച് തെറ്റുകൾ വല്ലാതെ ചെയ്തിട്ടുണ്ട്. ബുഖാരിയുടെ അദബുൽ മുഫ്രദിലെ 8ാമത്തെ ഹദീസ്. എന്തൊക്കെ നീ ചെയ്തത് തെറ്റ്? എന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ തെറ്റ് തന്നെയാണെങ്കിലും വലിയ തെറ്റതൊന്നുമല്ല കേട്ടോ. അതെന്താ പിന്നെ? അതിൽ ഒന്ന് ബുക്കാഉൽ വാലിദൈനി മിനൽ ഉഖൂഖ്, മക്കളെ പേരിൽ മാതാപിതാക്കൾ കരഞ്ഞത്. മക്കൾ നോക്കായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് മാതാപിതാക്കൾ കരഞ്ഞോ, ആ കരച്ചിലാണ് ഏറ്റവും വലിയ പാപങ്ങളിലൊന്ന്. സ്വർഗത്തിൽ പോണോ? അതേ പോകണം. ഉമ്മയുടെ വീട്ടില് ആ ഉണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതനുസരിച്ച് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫവല്ലാഹി ലൗ അലൻത ലഹൽ കലാം, ഉമ്മാനോടൊന്ന് ഒന്ന് മൃദുലമായിട്ട് ഒച്ച കുറച്ച് സോഫ്റ്റായിട്ട് സംസാരിക്കുക. ഭക്ഷണം കൊടുക്കുക. ലതദ്ഖുലന്നൽ ജന്ന, സ്വർഗത്തിൽ പോകാം, വലിയ പാപങ്ങൾ ഒഴിവാക്കിയാൽ മതി എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു, ഉവൈസുൽ ഖർനി എന്നൊരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉവൈസുൽ ഖർനി എന്നൊരാൾ നിങ്ങളുടെ അടുക്കൽ വരും.
ആ ആൾക്ക് ഒരടയാളമുണ്ടാകും, കുറച്ചു ഭാഗം ഒരു പാണ്ടുണ്ടാവും. അയാൾ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അയാളോട് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പറയണം. യമനിന്ന് വരും, മുളർന്ന് വരും, മരപതുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു യാത്രാസംഘങ്ങൾ വരുമ്പോഴൊക്കെ ചോദിക്കും, ഇങ്ങനെ നിങ്ങളെ കൂട്ടത്തിൽ ഉവൈസ് ഉണ്ടോ, ഉവൈസ് ഇബ്നു ആമിർ ഉണ്ടോ, ഉവൈസ് ഇബ്നു ആമിർ ഉണ്ടോ? അങ്ങനെ അവസാനം ഒരു യാത്രാ സംഘത്തിൽ ആടുമേക്കാൻ, ആ യാത്രാ സംഘത്തിന്റെ ആടുമേക്കണ ആളായിട്ടാണ് വന്നത്. അത്രേ അവിടെ അവർ അതിന് വില കൊടുത്തിട്ടുള്ളൂ. പക്ഷേ റസൂലുള്ള പറഞ്ഞ വാചകണ്ടല്ലോ, അതിങ്ങനെ കത്തിത്തിളങ്ങി വിളങ്ങി നിൽക്കുകയാണ്. കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പാപിയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി റബ്ബിനോട് എന്റെ പാപം പൊറുക്കാൻ പറയണം. ജനങ്ങളെ, ഉമർ റളിയല്ലാഹു അൻഹു ആരാ? അദ്ദേഹം ഒരു വഴിക്ക് നടന്നു പോകുമ്പോ പിശാച് എതിരെ വരികയാണെങ്കിൽ പിശാച് മാറിപ്പോകുന്ന പറഞ്ഞു. അത്രയും നല്ല ഈമാനാണ്. എന്നിട്ടും ആ തക്കം ഉപയോഗിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചു. നിങ്ങൾ എങ്ങോട്ടാ പോണത്? കൂഫയിലേക്കാണ്. എന്നാ ഞാൻ അവിടുത്തെ ഗവർണർക്ക് നിങ്ങളെ കാണാൻ ഒരു കത്ത് കൊടുക്കട്ടെ. അപ്പൊ അവൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, അക്കൂന ഫീ ഗബറാഇൻ നാസ്, അക്കൂന ഫീ ഗബറാഇൻ നാസി ഗബറാഇൻ നാസി അഹബ്ബു ഇലയ്യ. ആരും അറിയാതെ അങ്ങനെ ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം. ആരും അറിയാതെ ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം. മുസ്ലിമിലെ 225-ാമത്തെ ഹദീസ്. ജുറൈജിനെ കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഒരു ഭക്തനായ മനുഷ്യൻ ഭക്തി നിലനിർത്താൻ വേണ്ടി വീടൊക്കെ വിട്ട് ഒഴിഞ്ഞ സ്ഥലത്തൊരു സത്രം, ഒരു മഠമുണ്ടാക്കി അങ്ങനെ താമസിക്കുകയാണ്. ഉമ്മ കാണാൻ വന്നു. നിസ്കാരത്തിലാണ്, നീണ്ട നിസ്കാരത്തിലാണ്. നിസ്കാരം വേണോ ഉമ്മ വേണോ, നിസ്കാരം വേണോ ഉമ്മ വേണോ, സുന്നത്ത് നിസ്കാരാട്ടോ എന്നാലോചിച്ചിട്ട് അദ്ദേഹം നിസ്കാരം തുടർന്നു. ഉമ്മ കുറെ വെയിലത്ത് കാത്തുനിന്ന് മടങ്ങി, പിന്നെയും വന്നു. അപ്പോഴും ഇങ്ങനെ തന്നെ സംഭവിച്ചു. ഓഹ്, അല്ലാഹു അക്ബർ. ആ വിഷമത്തില്, വേദനയിൽ ഉമ്മ ഒരു പ്രാർത്ഥന നടത്തി. റബ്ബേ, വേശ്യകളുടെ മുഖം കാണിച്ചിട്ടല്ലാതെ, കണ്ടിട്ടല്ലാതെ എൻ്റെ മോനെ നീ മരിപ്പിക്കല്ലേ. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്ത്? ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനക്കും അള്ളാഹുവിനുമിടയിൽ മറയില്ല. മാതാപിതാക്കൾ മക്കൾക്കെതിരെ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഇടയിൽ മറണ്ടാവൂല. ശ്രദ്ധിക്കണേ. ഒരു വാപ്പിയും നമുക്കെതിരായി പ്രാർത്ഥിക്കാനിട വരുന്നത്. പക്ഷേ വാപ്പാരുമാര് ശ്രദ്ധിക്കണേ, വെറുതെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ നടക്കേണ്ട മക്കൾക്കെതിരായി. അത് നിങ്ങളെ ചങ്കും കരളുമാണ്. പിന്നെ ചില ആൾക്കാരുണ്ട്, പണ്ടാറൻ ചത്തുപോട്ടെ പുഴുത്തുപോട്ടെ എന്നൊക്കെ പെട്ടെന്ന് ദേഷ്യം പിടിച്ച് പറയണേ. അതൊന്നുമല്ല കേട്ടോ, അതൊന്നും ഇതിൽ പെടൂല. കാരണം ദേഷ്യം പിടിക്കാൻ പാടില്ല, തെറ്റിദ്ധരിക്കാൻ പാടില്ല. രണ്ടാളിങ്ങനെ ഒരു വഴിക്ക് പോവുകയാണ്, ഇടയിൽ വെട്ടിട്ട് ഒരാളാണ് മുങ്ങി എന്നതുപോലെ തോന്നുകയാണ് ശരിക്കും ബാപ്പാക്കും മാക്കും. മകൻ കല്യാണം കഴിക്കണവരെ മാ ചായയോ മാ ചോറായോ എന്നൊക്കെ പറഞ്ഞു. കല്യാണം കഴിച്ച പിന്നെ ഓളോട് എടി ചായയോ എന്ന് ചോദിക്കുമ്പോ ഉമ്മാക്ക് ഇങ്ങനെ മനസ്സിലൊരു കട്ട, തീക്കട്ട. ബാപ്പാക്കൊരു വിഷമം, ഇത് എൻ്റെ മോൻ എന്നെ വേണ്ടാതായി. അങ്ങനെയാണോ? അല്ല, ബാപ്പിമ്മി റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും മകൻ അത് ചെയ്തത്. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ അറിയാതെ നടത്തുന്ന പ്രാർത്ഥനകളെ കുറിച്ചല്ല. ഏതായാലും ഒരു സംഭവം ഉണ്ടായി. ഒരാട്ടിടയൻ അതിലെ വന്നപ്പോ ഒരു പെണ്ണിനെ കണ്ടു. ആ പെണ്ണിനായിട്ട് വ്യഭിചരിച്ചു. അതിലൊരു കുട്ടി ഉണ്ടായി. കുട്ടി ഉണ്ടായപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഇത് ആരതാ കുട്ടിയെന്ന്. അപ്പൊ അവള് പറഞ്ഞു, ഈ മതഭക്തനായ ജുറൈജിന്റെ കുട്ടിയാണ്. നാട്ടുകാർ വന്നിട്ട് ആ സത്രം, ആ കെട്ടിടം പൊളിച്ചു. അപ്പം മെല്ലെ ഇറങ്ങി വന്നു അദ്ദേഹം. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. നിങ്ങളതാണ് ഈ കുട്ടിയെന്ന്. അപ്പോ അദ്ദേഹം പറഞ്ഞു, ശരി, ആ കുട്ടീനെ കൊണ്ടുവരി. ആ കുട്ടിയെ കൊണ്ടുവരി. കുട്ടിയെ കൊണ്ടുവന്നു. ചോദിച്ചു, കുട്ടിയോട് ചോദിച്ചു, നിന്റെ വാപ്പ ആരാണ്? അപ്പോ ആ കുട്ടി സംസാരിച്ചു. 2-3 കുട്ടികൾ സംസാരിച്ച കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഈസാ നബി അലൈഹിസ്സലാം അടക്കം. ആ കുട്ടി പറഞ്ഞു, ആ ആട്ടിടയനാണ് എൻ്റെ വാപ്പ. ബുഖാരിയിലെ 2482-ാമത്തെ ഹദീസ്. അല്ലാഹു അക്ബർ. അപ്പോ
ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അതിൻ്റെ കാരണം ഉമ്മാന്റെ വേദനയാണ്. അതുകൊണ്ട് മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും വേദന ഉണ്ടാക്കിയതായിട്ട് നിങ്ങൾ അറിഞ്ഞാൽ ഈ ആയത്തും ഹദീസൊക്കെ ഒന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഈ സംസാരം അവർക്ക് കൊടുക്കണം. നിങ്ങൾ ഖുർആൻ നോക്കിയിട്ട് ഇത് പറഞ്ഞു കൊടുക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടി കരഞ്ഞൊരു രംഗം നിങ്ങൾക്കറിയാം. ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോഴോ മറ്റോ ബനു നജ്ജാർ ഗോത്രത്തിനരികിലൂടെ പോയി. അവിടെയാണ് ഉമ്മയെ കബറടക്കിയിരിക്കുന്നത്. കബറടക്കി ആ സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരയുകയാണ്. ഭയങ്കരമായ കരച്ചിൽ. സഹാബത്ത് മുഴുവൻ കരഞ്ഞു. എന്താ നബിയെ നിങ്ങൾ കരയുന്നത്? എന്റെ ഉമ്മാന്റെ ഖബർ സന്ദർശിക്കാൻ റബ്ബിനോട് അനുവാദം ചോദിച്ചു. റബ്ബ് അനുവാദം നൽകി. എന്റെ ഉമ്മാക്ക് പുറത്തു തരാൻ റബ്ബേ ഞാൻ നിന്നോടൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഫലം റബ്ബി, എന്റെ റബ്ബ് എനിക്ക് അനുമതി തന്നില്ല. ഇതാണ് ഞാൻ കരയാൻ കാരണം. സൂറത്ത് തൗബ 115 ആയത്ത് വായിച്ചു നോക്കണം. മക്കാന ലിന്നബിയ്യി വല്ലദീന ആമനൂ അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീൻ വലൗ കാനൂ. അല്ലാഹു അക്ബർ. ശിർക്ക് ചെയ്ത മാതാപിതാക്കൾക്ക് വേണ്ടിയോ ശിർക്ക് ചെയ്ത ആളുകൾക്ക് വേണ്ടിയോ ഇസ്തിഗ്ഫാർ ചെയ്യാൻ പാടില്ല. മിൻബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം. അവർ നരകക്കാരാണെന്ന് ഉറപ്പായാൽ. ആമിന ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, മുസ്ലിമായിട്ടില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ തൗബ ചെയ്യാൻ അവസരമല്ലല്ലോ. അപ്പൊ ശിർക്കിൽ മരിച്ചാൽ, കുഫ്റിൽ മരിച്ചാൽ അവരുടെ പാപമോചനത്തിന് വേണ്ടി തേടാൻ അവകാശമല്ല. നമ്മളുമായി എന്തെങ്കിലും വ്യക്തിപരമായ ഇടപാടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പടച്ചവനോട് പറയാം, പുറത്തു കൊടുക്കാൻ. നരകമോചനത്തിന് പ്രാർത്ഥിക്കാൻ പറ്റില്ല, സ്വർഗപ്രവേശനത്തിന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഒമാക്കാന ഇസ്തിഗ്ഫാറു ഇബ്രാഹിം ലി അബീഹി. ഇബ്രാഹിം നബി തന്റെ വാപ്പാനോട് പറഞ്ഞല്ലോ, വാപ്പാക്ക് വേണ്ടി പുറത്തു കിടക്കണേന്ന് പറഞ്ഞല്ലോ. സൂറത്ത് ഇബ്രാഹിമിൽ അത് പറയുന്നുണ്ട്, സൂറത്ത് മറിയമിൽ അത് പറയുന്നുണ്ട്. ലഅസ്തഗ്ഫിറന്ന ലക റബ്ബി, റബ്ബിനോട് ഞാൻ അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. സലാമുൻ അലൈക്, സലാം പറഞ്ഞു പോവുകയാണ്. ആട്ടിവിട്ടപ്പോ തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് ആട്ടിവിടുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ. ബാപ്പ ബിംബക്കച്ചവടക്കാരനാണ്, തൗഹീദിന്റെ എതിരാളിയാണ്. അപ്പൊ അദ്ദേഹം ശാന്തമായി പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടോ. പക്ഷേ പ്രാർത്ഥിച്ചു. പിന്നീടാണ് വഹീ കിട്ടുന്നത്. ഫലമ്മാ തബയ്യന ലഹു അന്നഹു അദുവ്വുൽ ലില്ലാഹ്. അദ്ദേഹം ശിർക്കിലാണ് മരിച്ചത്, കാഫിറായിട്ടാണ് മരിച്ചത്, അള്ളാഹുവിന്റെ ശത്രുവാണ് എന്ന് ഉറപ്പായപ്പോൾ തബറഅ മിൻഹു, ആ പ്രാർത്ഥന പിൻവലിച്ചു. റബ്ബേ എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞത് പിൻവലിച്ചു. ശ്രദ്ധിക്കണം, ശിർക്ക് ചെയ്ത മാതാപിതാക്കൾക്ക് അവർ മരിച്ചു പോയാൽ പിന്നെ പ്രാർത്ഥിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മാതാപിതാക്കളെ വേഗം തൗഹീദിലാക്കണം. എപ്പോഴും പറഞ്ഞു കൊടുക്കണം, പ്രസംഗം വെച്ച് കൊടുക്കണം, ഉപദേശിക്കണം. നല്ല മനുഷ്യന്മാരോട് പാപ്പാനിയും മാനി എന്ന് കണ്ടിട്ട് പറയാൻ ഏൽപ്പിക്കണം. എല്ലാം ചെയ്തോളി. എല്ലാ ആളുകളോടും പറയണം, ശിർക്കിൽ മരിച്ചാൽ രക്ഷയില്ല. അമുസ്ലിമല്ല, അവിശ്വാസിയല്ല, പക്ഷേ ശിർക്കുണ്ടായാൽ അത് ഇസ്ലാം എന്ന് പുറത്തായി, കുഫറായി. അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്താൽ മതി. ഒരു ഐക്കല്ലോ ഉറുക്കോ ഏലസോ കിട്ടിയാലും മതി. ഒരു കാരണവശാലും അത്തരമൊരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകരുത്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിക്കരഞ്ഞ ഒരു രംഗമാണത്. അബൂ ഹുറൈറ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിക്കരഞ്ഞ രംഗമാണത്. അദബുൽ മുഫ്രദിലെ 14-ാമത്തെ ഹദീസിൽ നമുക്കൊരു സംഭവം കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉമ്മയുടെ അടുത്തെത്തുന്നതിന് മുമ്പ് ഉറക്കയാ ഉമ്മത്താ, എൻ്റെ ഉമ്മ, റബൈത്തിനി സഗീറ, നിങ്ങൾ എന്നെ ചെറുപ്പത്തിൽ നന്നായി വളർത്തിയില്ലേ എന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മ പറയുകയാണ്, യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, ജസാക്കല്ലാഹു ഖൈറ, നിനക്കും അല്ലാഹു ശരിയായ പ്രതിഫലം നൽകട്ടെ, വറളിയ അൻക, അല്ലാഹു നിന്നെ തൃപ്തിപ്പെടട്ടെ, കമാ കമാ ബറർതനി കബീറ, എൻ്റെ വാർദ്ധക്യത്തിലും നീ എന്നെ നന്നായി നോക്കിയില്ലേ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറയുന്നുണ്ട്.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു മനോഹരമായൊരു കാര്യം പറയുന്നുണ്ട്. ലൗലൽ ജിഹാദു വബിർറു ഉമ്മി വൽ ഹജ്ജ്, ഹജ്ജിന് പോണം, യുദ്ധത്തിൽ പങ്കെടുക്കണം, എൻ്റെ ഉമ്മാനെ നോക്കണം, അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ഒരടിമയാകാൻ ഇഷ്ടപ്പെടുമായിരുന്നു. അടിമ എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന സ്വാതന്ത്ര്യമില്ലാത്ത ആള്. അതെന്താ അങ്ങനെ ഇഷ്ടപ്പെടുന്നത്? റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ അടിമയും അള്ളാഹു അല്ലാത്തവരുടെ അടിമയുമായാൽ 2 കൂലി എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ളുഹുർ, 2 അസർ, 2 മഗ്രിബ്, 2 നോമ്പ്, 2 കാര്യങ്ങൾ അങ്ങനെ. പക്ഷേ ഉമ്മാനെ നോക്കണമല്ലോ, അതുകൊണ്ട് എനിക്കൊരാളെ കീഴിൽ നിൽക്കാൻ കഴിയില്ലല്ലോ എന്ന് പറയുകയുണ്ടായി. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മാനെയും ബാപ്പാനെയും കരയിച്ചാൽ അങ്ങനെ സംഭവിച്ചു പോയി, എന്ത് ചെയ്യണം? എൻ്റെ ഉമ്മ കരഞ്ഞു, ഞാൻ യുദ്ധത്തിന് പോകുന്നത് അറിഞ്ഞപ്പോൾ. ബാപ്പ കരഞ്ഞു. അപ്പോൾ അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർജി ഇലൈഹിമാ, ഇർജി ഇലൈഹിമാ, ബാപ്പാന്റെ ഇമ്മാന്റെ അടുത്തേക്ക് ചെല്ല്, നീ യുദ്ധത്തിന് പോരല്ലേ. ഫഅൽഹിഖുഹുമാ കമാ അബ്കൈതഹുമാ, അവരെ 2 പേരെയും കരയിച്ച പോലെ നീ അവരെ 2 പേരെയും പോയി ചിരിപ്പിക്കുക, അതിന് പകരം പോയി ചിരിപ്പിക്ക് എന്ന് ഇബ്നു ഹിബ്ബാൻ 424 ഹദീസിൽ കാണാം. എന്താ കരയിച്ച, അങ്ങനെ സംഭവിച്ചു പോയി, ഉമ്മയും ബാപ്പയും കരഞ്ഞു പോയി, എന്നാ ചിരിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം. അതാണ് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഫീഹിമാ ഫജാഹിദ്, ബാപ്പാന്റെ ഇമ്മാന്റെയും കാര്യത്തിൽ നീ ജിഹാദ് ചെയ്യ്. അയ്യുൽ അമലി അഫ്ളൽ, ഏറ്റവും ബഹുമാനപ്പെട്ട ശ്രേഷ്ഠമായ കർമ്മമേത് എന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഒന്ന് ഫസ്റ്റ് ടൈമിലെ നിസ്കാരം. നിസ്കാരത്തിന് മുമ്പ് തന്നെ ഒതുടുക്കണം, ഒതുവിൻ്റെ സുന്നത്ത് സ്കരിക്കണം, ബാങ്ക് കൊടുത്താൽ ഉടനെ മുമ്പുള്ള സുന്നത്ത് സ്കരിക്കണം, ഉടനെ പള്ളിയിൽ വരണം, എന്നിട്ട് ആ സമയത്ത് തന്നെ നിസ്കരിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തേത് ഏതാ? ബിർറുൽ വാലിദൈനി, മാതാപിതാക്കളെ ബഹുമാനിക്കലാണ്, പുണ്യം ചെയ്യലാണ്. ബുഖാരിയിലെ 5970 ഹദീസ്. ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിലുണ്ട്. ഇനി ആയുസ് നീളാൻ അന്നം വർദ്ധിക്കാൻ ഇടയാകുന്ന ഒരു കാരണമായി പഠിപ്പിക്കുന്നു. എന്ത്? മൻ ഹബ്ബ അൻ യുമദ്ദ ലഹു ഫി ഉംരിഹി വ അൻ യുർസഖ ലഹു ഫി റിസ്ഖിഹി, റിസ്ക് കൂടുതൽ കിട്ടാനും ആയുസ് വർദ്ധിക്കുവാനും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫൽയബിർറ വാലിദൈഹി, മാതാപിതാക്കളോട് പുണ്യം ചെയ്യണം. ബുഖാരി 2782. ഗുഹാവാസികളെ കഥ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഗുഹാവാസികളുടെ കഥ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ? ആ ഗുഹയിൽ അടഞ്ഞുപോയി, പാറ അടഞ്ഞുപോയി, ഒരു രക്ഷയുമില്ല. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു, നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ചെയ്ത നല്ല കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. അതിലൊരാൾ പറഞ്ഞത്, പാല് കറന്നു വന്നപ്പോഴത്തേനും ബാപ്പയുമ്മയൊക്കെ ഉറങ്ങിപ്പോയി, കുട്ടികൾക്ക് കൊടുക്കാൻ മനസ്സ് വന്നില്ല, ആദ്യം ബാപ്പാക്കും ഉമ്മാക്കും കൊടുക്കണം. ഇവർ ഉറങ്ങിപ്പോയി, കുട്ടികളങ്ങനെ കരഞ്ഞ് ഉറങ്ങി. അവസാനം നേരം വെളുത്തപ്പെടാ ബാപ്പയുമ്മ ഉണർന്നത്. അവർക്ക് ഞാൻ കൊടുത്തിട്ടാണ് പിന്നെ മക്കൾക്ക് കൊടുത്തത്. റബ്ബേ, ഇത് ഞാൻ ചെയ്തത് നിന്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് എന്ന് നീ അറിയുമെങ്കിൽ ഈ പാറ നീക്കിത്താ. പാറ നീങ്ങി. അല്ലാഹു അക്ബർ. ബാപ്പാക്കുമ്മാക്കുള്ള സ്ഥാനം അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാകണേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഇഹലോകത്തെ ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാമതായി അവർക്കുള്ള ഉപദേശമാണ്. ചില ആളുകളൊക്കെ എങ്ങനെ വാപ്പാനോട് ഉപദേശിക്കുക, ഉമ്മാനോട് ഉപദേശിക്കുക, കാക്കാനോട് താത്താനോട് എങ്ങനെ ഉപദേശിക്കുക എന്ന് വിചാരിക്കും.
അങ്ങനെയല്ല, ഇതിൽ മൂപ്പളമ ഇല്ല. യാ അബത്തി, എന്റെ പൊന്നു വാപ്പ, ലാ തഅബുദി ശൈത്താൻ, ചെകുത്താൻ ആരാധിക്കല്ലേ. വാപ്പാനോട് പറയാം ഇബ്രാഹിം നബി അലൈഹി സ്വലാം, യാ അബത്തി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക്, നിങ്ങൾക്ക് കിട്ടാത്തൊരു കാര്യം അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഫത്തബിഇനി, നിങ്ങൾ എന്നെ പിൻപറ്റി. അഹ്ദിക സിറാത്തൻ സവിയ്യ, നല്ല വഴിക്ക് ഞാൻ നിങ്ങളെ നയിക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്റെ ഉമ്മാക്ക് ദഅവത്ത് ചെയ്യുന്നു. സഹാബിമാരെല്ലാവരും അവരുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോട് ഉപദേശം നൽകിയവരാണ്. മൂപ്പളമയില്ല. രണ്ടാമത്തേത്, അവരുടെ സൗകര്യങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണം, അതിന് മുൻഗണന നൽകണം. വാപ്പാര് ചെയ്യേണ്ട കാര്യം നമുക്ക് വേറെ പറയേണ്ട. എന്താ, വാപ്പാര് മക്കൾക്ക് ഇടങ്കോലിടാൻ നിൽക്കണ്ട. വാപ്പാരുമാരും മക്കളെ സുഖം നശിപ്പിക്കണ്ട, കണ്ണുകടി വേണ്ട, അസൂയ വേണ്ട. മാതാപിതാക്കൾ ഒരു കാര്യം പറഞ്ഞാൽ അത് കഴിയുമെങ്കിൽ സാധിച്ചു കൊടുക്കണം, അവരെ കൂടെ കൂട്ടണം. യാത്രകളിൽ അവർ വരുന്നുണ്ടെങ്കിൽ അവരെ കൂട്ടണം. അവർ നമുക്കൊന്നും ഒരു കണ്ണുകടി സ്വർഗത്തിലെ കട്ടുറുമ്പൊന്നും ആകൂല. പ്രയാസം ലേശം സഹിച്ചാലും ശരി, അവരതിന് പകരം തന്നില്ലെങ്കിൽ ശരി, 1000 കൊല്ലം നമ്മൾ സേവനം ചെയ്താലും ബാപ്പിയും മീൻ ചെയ്തതിന് പകരം ചെയ്യാൻ കഴിയില്ല. കരുണ നിറഞ്ഞ വിനയത്തിന്റെ ചിറകുകൾ അവർക്ക് വേണ്ടി നിങ്ങൾ താഴ്ത്തിക്കൊടുക്കണം. കരുണ നിറഞ്ഞ വിനയത്തിന്റെ ചിറകുകൾ, വിനയം നിറഞ്ഞ കരുണയുടെ ചിറകുകൾ. വിനയവും വേണം, താഴ്മയും വേണം, ദയയും വേണം. ദയ മാത്രം പോരാ, ഇട്ട് കൊടുക്കുക, തിന്നാൻ കൊടുക്കുക, അത് മാത്രം പോരാ. അതോടൊപ്പം വിനയം വേണം. വിനയമൊക്കെ ഉണ്ട്, പക്ഷെ തിന്നാനൊന്നും കൊടുക്കുന്നില്ല, അതും പോരാ, രണ്ടും വേണം. എന്നിട്ടോ മാതാപിതാക്കൾ നിങ്ങളുടെ അടുക്കൽ വന്നോ, അല്ലെങ്കിൽ ഒരാൾ വന്നു, വാപ്പ വന്നു, അല്ലെങ്കിൽ ഉമ്മ വന്നോ, ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, ഛേ എന്ന് പോലും പറയരുത്. ഛേ എന്ന് പറയാൻ പറ്റൂലെങ്കിൽ പിന്നെ എന്താ പറയാൻ പാടില്ല, ഒന്നും പറയരുത്. വലാ തൻഹറുഹുമാ, അവരോട് കയർക്കരുത്. എന്താ എന്താ ചില ആൾക്കാരൊക്കെ പറയും കളവാ എന്നൊക്കെ, കളവി ഇങ്ങനൊന്നും പറയരുതട്ടോ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നല്ല വാക്ക്. വഖുൽ ലഹുമാ ഖൗലൻ കരീമ, മാന്യമായ വാക്ക് സംസാരിക്കണം, മാന്യമായ വാക്ക്. സൂറത്ത് ഇസ്രായിലെ ആ 3 ആയത്തുകൾ. വഖ്ഫിൽ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, കരുണ നിറഞ്ഞ വിനയത്തിന്റെ താഴ്മയുടെ ചിറകുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കണം. ആ തള്ളപ്പക്ഷി കൊച്ചു കുഞ്ഞുങ്ങളെ താലോലിക്കുന്ന, സംരക്ഷിക്കുന്ന, തണലിടുന്ന, തലോടുന്ന, കരുതൽ നടത്തുന്ന പോലെ വയസ്സായ മാതാപിതാക്കൾക്ക് അങ്ങോട്ട് ചെയ്തു കൊടുക്കണം. വഖുൽ, നിങ്ങൾ പ്രാർത്ഥിക്കണം, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അവര് ഞങ്ങളെ ചെറുപ്പത്തിൽ വളർത്തിയതുപോലെ റബ്ബേ അവരോട് നീ കരുണ കാണിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. അപ്പോ നമുക്ക് സ്വർഗത്ത് പോകണം. ആ സ്വർഗത്തിൽ പോകാൻ ഒരുങ്ങുമ്പോൾ നമുക്ക് വാതുക്ക കൂടെയാണ് പോകേണ്ടത്, സ്വർഗത്തിന്റെ വാതിലുകളിലൂടെയാണ് പോകേണ്ടത്. റസൂലുള്ള പറയാണ് തിർമിദിയിലെ 1900 ഹദീസ്, അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ ഏറ്റവും നടുവിലെ വാതിലാണ് വാപ്പ. ഫഇൻ ശിഅത ഫാലി, വേണമെങ്കിൽ നീ ചവിട്ടി പൊളിച്ചോ, ദാലിക്കൽ ബാബ് ഔ ഇഹ്ഫദഹു, അല്ലെങ്കിൽ സംരക്ഷിച്ചോ. ചവിട്ടിയാണ് പൊളിക്കാൻ എന്ത് ചെയ്താൽ മതി, ഒരു വാക്ക് വാപ്പാനോടും ഉമ്മാനോടും മോശമായി പറഞ്ഞാൽ മതി, പെരുമാറിയാൽ മതി. ആരും സൈഡാകണ്ട, ഭാര്യന്റെ സൈഡാകണ്ട, ഭാര്യ ഭർത്താവിന്റെ സൈഡും ആകണ്ട. ചില ആൾക്കാർ ബാപ്പാനെയും ഉമ്മാനെയും തമ്മിൽ തെറ്റിക്കും. ഇത് ചണ്ടിയായി, ഇനി അത്യാവശ്യമല്ല, വാപ്പാനെ മെല്ലെ പുറത്താക്കി, നിന്നെ ഉമ്മാന്റെ സൈഡായി, ഇമ്മ ഇതിന് സൈഡിൽ നിൽക്കുക, അതുണ്ടാകരുത്. ചിലർ ഉമ്മാനെ ഒഴിവാക്കിയിട്ട് ബാപ്പാന്റെ കൂടെ, ഇങ്ങനെയൊന്നും ആകരുത്. ബാപ്പിമ്മയും വേണം. ബാപ്പിമ്മയും തമ്മിൽ പിണങ്ങിയാൽ കുറച്ചൊക്കെ ആയിക്കോട്ടെ, നിങ്ങളൊന്ന് പിടിക്കണം. രണ്ടാൾ ഇരുത്തിയിട്ട് നിങ്ങൾ ഞങ്ങളെ നേരെയാക്കേണ്ട ആൾക്കാരല്ലേ വാപ്പ അമ്മ, അതുകൊണ്ട് നിങ്ങൾ നേരെയാക്കണം, സുൽഹാക്കണം. കാരണം വയസ്സാകുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ ചടപ്പ്, മടുപ്പ് ഇതൊക്കെ വരും, വൃത്തി ഉണ്ടാവില്ല, ചിലപ്പോഴ് സംസാരം ക്ലിയർ ആവില്ല, എപ്പോഴും കുറ്റപ്പെടുത്തൽ, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. മക്കള് മതി എന്ന തോന്നൽ, അല്ലെങ്കിൽ അങ്ങാടി മതി, പള്ളി മതി, അങ്ങാടി കണ്ടിറങ്ങാ, വാപ്പ
കുപ്പായ കെട്ടുകാണ്ട് അല്ലേ? അത് ആജാതി ശുചായിത്തരൊന്നും വേണ്ട. സുന്നത്ത് നിസ്കരിക്കാൻ വീട്ടിലേക്ക് വരാനാ പറഞ്ഞതല്ലേ? അതുകൊണ്ട് ബാപ്പാക്കും ഉമ്മാക്കും ഇടയിൽ സുൽഹ് ഉണ്ടാക്കണം. എങ്ങനെയായാലും ശരി, നമുക്ക് ബാപ്പ നല്ല നിലക്ക് മരിക്കണത് വരെ ആണ് പോണം, എന്നിട്ട് സ്വർഗം വാങ്ങണം അല്ലേ? സ്വത്ത്, അതിനെപ്പറ്റി നമുക്ക് ഇൻഷാ അല്ലാഹ് വേറെ പറയണം. സ്വത്ത് കിട്ടാൻ വേണ്ടി വാപ്പാനെയോ ഉമ്മാനെയൊക്കെ എന്തൊക്കെയാണ് ചില മക്കൾ ചെയ്യാറുള്ളത്, അതൊന്നും നമ്മൾ ചെയ്യുകയില്ല. കാരണം എന്ത് സ്വത്ത്? ആ സ്വത്തൊക്കെ നമുക്ക് കൊണ്ടുനടക്കാൻ കഴിയുമോ? നമുക്ക് കിട്ടുമോ? ഒന്നും അറിയില്ലല്ലോ. ഇനി കിട്ടിയെന്ന് വിചാരിക്കാം, വാപ്പാൻ്റെ കണ്ണീരിൻ്റെ പിറകുള്ള സ്വത്ത് എന്തിനാ മക്കളെ? വേണ്ട. ഉമ്മാൻ്റെ സ്വത്ത് എന്തിനാ നമുക്ക്? എല്ലാ കാര്യത്തിലും നമുക്ക് അല്ലാഹ് എന്താ പറഞ്ഞത്, റസൂൽ എന്താ പറഞ്ഞത്, അതുപോലെ ചെയ്യാം. ഈ കാര്യം നമുക്ക് ലോകത്തെ മുഴുവൻ അറിയിക്കണം. ആരും അറിയാതെ പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കളെയും മക്കളെയും ഭാര്യാഭർത്താക്കന്മാരെയും സഹോദരി സഹോദരന്മാരെയും എല്ലാം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നല്ലവരിൽ അല്ലാഹുവെ ഉൾപ്പെടുത്തുമാറാകണേ. എല്ലാ തരത്തിലുമുള്ള വെറുപ്പും വിദ്വേഷവും ശത്രുതയും അസൂയയും പണക്കവും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് പാടെ തുടച്ചു നീക്കി നല്ലൊരു മനസ്സ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. നല്ല വാക്കും നല്ല നോട്ടവും നല്ല പ്രവൃത്തിയും ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. മാതാപിതാക്കളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനുമുള്ള മനസ്സ് നൽകണേ റബ്ബേ. ഇണകൾക്ക് ഭാര്യാഭർത്താക്കന്മാർക്ക് ഒരുപോലെ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ അല്ലാഹുവേ അനുഗ്രഹമരുളണേ. രോഗികളായി സദസ്സിലും വീടുകളിലും ആശുപത്രികളിലും വിഷമിക്കുന്നവർക്ക് ശിഫ നൽകണേ റബ്ബേ. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വ നഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വ നഊദു ബിക മിനന്നാർ.